തിരുവല്ലയിൽ MDMA-യുമായി പിടിയിലായ പ്രതിക്കെതിരെ ബാലാവകാശ നിയമപ്രകാരവും കേസെടുത്തു. 10 വയസ്സുകാരനായ മകനെ ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചതിൽ അമ്മയുടെ മൊഴി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് അടുത്ത ദിവസം കോടതിയെ സമീപിക്കും. 10 വയസ്സുകാരനെ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചതിനാണ് ബാലാവകാശ നിയമം 78 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിയുമായി അകന്നു കഴിയുന്ന ഭാര്യയുടെ പരാതി പ്രകാരമാണ് പോലീസ് നടപടി. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ലഹരി വസ്തുക്കൾ കുഞ്ഞിന്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് കൊണ്ടൊട്ടിച്ച് വസ്ത്രം ധരിപ്പിച്ച് മറച്ചാണ് ചുമത്ര സ്വദേശിയായ ഇയാൾ ഇടപാടുകൾ നടത്തിവന്നത്. വെള്ളിയാഴ്ച രാത്രി പിടിയിലായ ഇയാളുടെ പക്കൽ നിന്നും 3.78 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. കാലങ്ങളായി ലഹരി വിൽപ്പന നടത്തിവരികയായിരുന്നു ഇയാൾ. തിരുവല്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളും മറ്റു ചിലരും ഇടപാടുകാരായി ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. കർണാടകയിൽ നിന്നാണ് ഇയാൾ ലഹരി കൊണ്ടുവന്നത്. കസ്റ്റഡിയിൽ വാങ്ങുന്ന പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് കണ്ണികൾ കണ്ടെത്താനാണ് ശ്രമം. പോലീസിന്റെ പക്കലുള്ള ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും സൗഹൃദങ്ങളെക്കുറിച്ചും സമീപകാല യാത്രകളെക്കുറിച്ചും വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.